എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഷ്യ കപ്പ് 2025 അതിന്റെ ആവേശ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യ പാക് ഫൈനൽ എന്ന സ്വപ്ന പോരാട്ടം യാഥാർത്ഥ്യമാകുമ്പോൾ ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി കാത്തിരിക്കുകയാണ് ഈ പോരാട്ടത്തിനായി. ഈ തീവ്ര പോരാട്ടത്തിന് മുന്നോടിയായി ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാനെ തകർത്തെറിയാൻ ഒരു അഗ്നിശമന പടയെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വാർത്ത കേട്ട് ക്രിക്കറ്റ് ലോകം ഞെട്ടിയപ്പോൾ പാകിസ്ഥാന്റെ നായകൻ സൽമാൻ അലി ആഗയുടെയും സംഘത്തിന്റെയും ഉറക്കം ഇപ്പോഴേ നഷ്ടപ്പെട്ട മട്ടാണ്. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ അതൊരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഒരു മഹായുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പിന്റെ കിരീടം നേടാൻ സൂര്യയും സംഘവും എന്തൊക്കെ തന്ത്രങ്ങളാണ് മെനഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കോച്ച് ഗൗതം ഗംഭീരും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുമായി ചേർന്ന് സൂര്യകുമാർ യാദവ് തയ്യാറാക്കിയ ഈ പ്ലേയിംഗ് 11-ൽ വൻ മാറ്റങ്ങൾ തന്നെയുണ്ട്. പാകിസ്ഥാന്റെ ബൌളിംഗിനെ തകർത്തെറിയാനും ബാറ്റിംഗ് നിരയെ നിശബ്ദമാക്കാനും ശേഷിയുള്ള ഈ ടീം അവരെ മാനസികമായി തളർത്താൻ പോന്നതാണ്. സൂര്യ ഒരുക്കിയ ബാറ്റിംഗ് ലൈനപ്പ് പാക് ബൌളർമാരെ കരയിപ്പിക്കുമ്പോൾ ബൌളിംഗ് പടയാകട്ടെ പാക് ബാറ്റ്സ്മാൻമാർക്ക് ഗ്രൗണ്ടിൽ നിൽക്കാനൊരവസരം പോലും നൽകില്ല. ഈ ഫൈനൽ പോരാട്ടം 2025 സെപ്റ്റംബർ 28-ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി 8 മണിക്കാണ് അരങ്ങേറുക. മത്സരം തത്സമയം സോണി നെറ്റ്വർക്ക് ചാനലുകളായ സോണി സ്പോർട്സ് 1, സോണി സ്പോർട്സ് 3 എന്നീ ചാനലുകളിൽ ടിവിയിലും സോണി ലിവ് ആപ്പ് വഴി ഫോണിലും മറ്റും ഇന്റർനെറ്റ് വഴിയും കാണാൻ സാധിക്കുന്നതാണ്. ഇനി ചരിത്രം നോക്കിയാൽ ഇന്ത്യയും പാകിസ്ഥാനും ഇതുവരെ കളിച്ച 16 മത്സരങ്ങളിൽ 10-ലും ഇന്ത്യയാണ് വിജയിച്ചത്. പാകിസ്ഥാന് 6 തവണ മാത്രമേ ജയിക്കാനായിട്ടുള്ളൂ. റെക്കോർഡുകൾ ഇന്ത്യക്കൊപ്പമാണെങ്കിലും ഫൈനലിൽ അതൊന്നും ഒരളവുകോലല്ലെന്ന് നമുക്കറിയാം. അതുപോലെ ദുബായിലെ ഈ പിച്ച് ബാറ്റ്സ്മാൻമാർക്കും ബൌളർമാർക്കും തുല്യ അവസരം നൽകുന്ന സന്തുലിത പിച്ചാണ്. പുതിയ പന്ത് പേസ് ബൌളർമാർക്ക് സ്വിംഗ് നൽകും, എന്നാൽ കളി പുരോഗമിക്കുമ്പോൾ ബാറ്റിംഗിന് അനുകൂലമാകും. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ സ്പിന്നർമാരായ കുൽദീപ് യാദവിനും മറ്റും നിർണായകമാവുകയും ചെയ്യും. ഈ മത്സരത്തിന്റെ വിജയിയെ തീരുമാനിക്കുന്നത് ക്ഷമയും കൃത്യമായ തന്ത്രങ്ങളുമായിരിക്കും. ഇനി നമുക്ക് പാകിസ്ഥാന്റെ പേടി സ്വപ്നമായ സൂര്യയുടെ ആ അഗ്നിശമന പടവൊന്ന് നോക്കിയാൽ പാകിസ്ഥാന്റെ കിരീടമോഹം തകർക്കാൻ ഈ അത്യുഗ്രൻ പ്ലേയിംഗ് 11 മാത്രം മതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഓപ്പണിംഗിൽ യുവതാരമായ അഭിഷേകിന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗിലാകും ഇന്ത്യയുടെ തുടക്കം. ശ്രദ്ധയോടെ കളിച്ച് പവർ പ്ലേയിൽ പാക് പേസർമാരെ സമ്മർദ്ദത്തിലാക്കി മികച്ച അടിത്തറ നൽകുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒപ്പം ക്ലാസിക് ടൈമിംഗുള്ള ഗിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ വേഗത്തിൽ സ്കോർ ചെയ്ത് ഇന്ത്യക്ക് കരുത്തുറ്റ തുടക്കം നൽകാൻ ശ്രമിക്കും. സെറ്റായി കഴിഞ്ഞാൽ പാക് ബൌളർമാർക്ക് ഗില്ലിനെ പിടിച്ചുകെട്ടാൻ പ്രയാസമായിരിക്കും. 1 ഡൌണായി മിസ്റ്റർ 360 ഡിഗ്രി എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് സൂര്യ തന്റെ തനത് ശൈലിയിൽ ഷോട്ടുകൾ പായിച്ച് ഏത് സമയത്തും കളി മാറ്റാൻ ശേഷിയുള്ള താരമാണ്. ഫൈനലിന്റെ സമ്മർദ്ദത്തിൽ സൂര്യയുടെ സാന്നിധ്യം ടീമിന് വലിയ ശക്തി നൽകും. പിന്നാലെ ക്ലാസും പവറും ഒത്തുചേരുന്ന മലയാളി താരം സഞ്ജു സാംസൺ എത്തും. ടീം പ്രതിസന്ധിയിലാകുമ്പോൾ ക്രീസിൽ ഉറച്ചുനിന്ന് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കും. ഡെത്ത് ഓവറുകളിലെ സഞ്ജുവിന്റെ ബാറ്റിംഗ് വെടികെട്ട് പാകിസ്ഥാന് തലവേദനയാകും എന്നുറപ്പാണ്. അഞ്ചാമനായി ശാന്തമായി കളിച്ച് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനും പിന്നീട് ടൈമിംഗ് കണ്ടെത്തി മികച്ച ഷോട്ടുകൾ കഴിക്കാനും തിലകിന് കഴിയും. ഇന്നിംഗ്സിന്റെ മധ്യ ഓവറുകളിൽ അദ്ദേഹത്തിന്റെ റോൾ നിർണായകമാകും. ആറാമതായി ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എത്തും. ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും ഒരേപോലെ തിളങ്ങാൻ കഴിവുള്ള ഹാർദിക് ഫൈനലിലെ ഇന്ത്യയുടെ വിജയതാക്കോലാണ്. ഏഴാമതായി അക്സർ പട്ടേൽ എത്തുമ്പോൾ ഡെത്ത് ഓവറുകളിൽ വേഗത്തിൽ റൺസ് നേടാനും തന്റെ കൃത്യതയാർന്ന ബൌളിംഗിലൂടെ പാക് ബാറ്റ്സ്മാൻമാരെ ബുദ്ധിമുട്ടിക്കാനും അക്സറിന് കഴിയും. താഴെ ശിവം ദുബെ ഉണ്ടാകും. പവർ ഹിറ്റിംഗിന് പേരുകേട്ട ദുബെ മധ്യ ഡെത്ത് ഓവറുകളിൽ ബൌണ്ടറികളുടെ പെരുമഴ തീർക്കാൻ സാധ്യതയുണ്ട്. ബൌളിംഗ് നിരയുടെ കരുത്തിനായി സ്പിൻ ആക്രമണത്തിന് വരുൺ ചക്രവർത്തി ഉണ്ടാകും. പേസ് ബൌളിംഗിൽ അർഷിദീപിന്റെ ലൈൻ ആൻഡ് ലെങ്ത് ഇന്ത്യക്ക് നിർണായകമാകും. അങ്ങനെ അവസാനമായി ലോകോത്തര ഫാസ്റ്റ് ബൌളറായ ബുംറയുടെ മാരകമായ യോർക്കറുകൾ കൂടിയാകുമ്പോൾ പാക് ബാറ്റിംഗ് നിര തകരുമെന്ന് നിസ്സംശയം പറയാം. എന്തായാലും കാത്തിരിക്കാം ഈ സ്വപ്ന പോരാട്ടത്തിൽ ഇന്ത്യ കപ്പുയർത്തുന്നതിനായി. അപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ, സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ച ഈ ടീം ശരിയാണോ, അതോ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ ഈ വർഷത്തെ ഏഷ്യ കപ്പ് കിരീടം ആര് നേടും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉടൻ തന്നെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.